കരുണ ടാക്സി ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെത്തി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഡ്രൈവർമാരുടെ സഹായം തേടി കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര. ലഹരി സംഘങ്ങളെ ഇല്ലാതാക്കാൻ പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് പൊതുസമൂഹം ആകെ പിന്തുണ നൽകണമെന്നും ഡിഐജി പറഞ്ഞു. വിവരങ്ങളെല്ലാം രഹസ്യമായി തന്നെ പോലീസ് സൂക്ഷിക്കുമെന്നും അതിന്റെ പേരിൽ ആർക്കും ഒരു ആപത്തും ഉണ്ടാകില്ലെന്നും യതീഷ് ചന്ദ്ര ഉറപ്പു നൽകി. ശരിക്ക് ഞാൻ ആദ്യം ആലോചന ചെയ്തു, എന്തിനാ ഈ ചടങ്ങിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഇതിൽ ബന്ധപ്പെട്ട റിലയൻസ് എന്താണ്. പിന്നീട് ഞാൻ 5 മിനിറ്റ് ആലോചന ചെയ്യുമ്പോൾ മനസ്സിലായി വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങളിവിടെ വന്നേ പറ്റുന്നത് ഞാൻ തന്നെ ഇങ്ങോട്ട് സ്വയം പോകുന്നതാണ്. ടാക്സി ഡ്രൈവർമാരുടെ ജില്ലാ സമ്മേളനത്തിൽ തനിക്കെന്ത് കാര്യം എന്ന് ചിന്തിച്ചതാണെന്നും എന്നാൽ കാര്യമുണ്ടെന്ന് കണ്ടാണ് ഇവിടേക്ക് ഈ തിരക്കിനിടയിലും വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിഐജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തത്. വാഹനാപകടങ്ങളും ലഹരിയും രണ്ടും വലിയ വിപത്താണ്. ഇത് രണ്ടും നിയന്ത്രിക്കാൻ ഡ്രൈവർമാരുടെ സഹായം പോലീസിന് അനിവാര്യമാണ്. അത് തേടാനാണ് താൻ വന്നതെന്ന് ഡിഐജി ടാക്സി ഡ്രൈവർമാരോട് പറഞ്ഞു. റോഡപകട നിരക്ക് കഴിഞ്ഞ വർഷം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അപകടങ്ങൾ ഇല്ലാതാക്കാൻ ഇനിയും പരിശ്രമങ്ങൾ വേണം. ഏറ്റവും അപകടം നടക്കുന്ന സ്ഥലങ്ങൾ ഡ്രൈവർമാർക്ക് അറിയാം. ആ ബ്ലാക്ക് സ്പോട്ടുകൾ ഏതൊക്കെ എന്ന് പോലീസിനെ അറിയിച്ചാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഡിഐജി പറഞ്ഞു. ഞാൻ നിങ്ങളായിട്ട് ഒരു സഹായം ചോദിക്കുന്നു. നിങ്ങളുടെ അറിവുള്ള സ്ഥലങ്ങളിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ്, മീൻസ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ ആക്സിഡൻസുകൾ നടക്കേണ്ട സ്ഥലങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്കും അറിയാം എവിടെയാണെന്ന് പറഞ്ഞത്. അപ്പൊ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന് പറയിട്ട് നിങ്ങൾ തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലീസിക്ക് വേണ്ടി അതൊരു ഇൻഫോർമേഷൻ ആയിട്ട് തരണമെന്നാണ് എൻ്റെ ഒരു ആദ്യമുള്ള. ലഹരിക്കെതിരെ പോലീസും എക്സൈസും അതീവ ജാഗ്രതയിലാണ്. എന്നാൽ പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ഈ വിപത്ത് ഇല്ലാതാകില്ല. അതിന് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണ വേണം. ലഹരി സംഘങ്ങളെക്കുറിച്ച് ആദ്യം സൂചനകൾ കിട്ടുന്ന ഒരു വിഭാഗം പൊതുസമൂഹത്തിൽ അടുത്ത് ഇടപഴകുന്ന ഡ്രൈവർമാരാണ്. ആ വിവരങ്ങൾ രഹസ്യമായി പോലീസിനെ അറിയിക്കണം. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ഡിഐജി യതീഷ് ചന്ദ്ര ഉറപ്പ് നൽകി. നിങ്ങൾ നോക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അറിയാം ഏതാണ് സ്ഥലം ഡ്രഗ് വിൽപ്പന ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്ഥലം, ഏതാണ് ആള് ഡ്രഗ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആള്, നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ട് തന്നെ അറിയാം. ഈ ഒരു വിവരം നിങ്ങൾ പോലീസിലേക്ക് എത്തിക്കേണ്ടതാണ്. വളരെ സീക്രട്ടായിട്ട് എത്തിക്കാം. നിങ്ങൾ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ഓർഗനൈസേഷൻ ആള് വന്നാൽ ഞാൻ ഏത് നമ്പറിലേക്ക് എത്തിക്കണം, എങ്ങനെ എത്തിക്കണം ഞാൻ പറയുന്നത്. നിങ്ങളോട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലി മുടക്ക് വരും. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഓട്ടം ഓടാൻ പാടില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്താണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ ഡ്രഗ്സ് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ ആ ഇൻഫോർമേഷൻ പോലീസിന് കൊടുക്കുക. DTDO ജില്ലാ പ്രസിഡന്റ് ശശി ചെറുപുഴ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ച് AMVI MP റോഷൻ ക്ലാസ് എടുത്തു. ടാക്സി വാഹനങ്ങളിൽ VLTS അടിച്ചേൽപ്പിക്കുന്നത് നിർത്തലാക്കുക, വ്യാജ ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ദീർഘദൂര യാത്ര നടത്തുന്ന ഡ്രൈവർമാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിശ്രമമുറി അനുവദിക്കുക, ടാക്സ് വർധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഫിറോസ് നല്ലളം, സെക്രട്ടറി മണികണ്ഠൻ പാലക്കാട്, ട്രഷറർ സതീഷ് കൊല്ലം, വിനീത് തലിശ്ശേരി, മനോഹരൻ തലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ശശി ചെറുപുഴയെയും സെക്രട്ടറിയായി ഉമേഷ് ചാലോടിനെയും ട്രഷററായി OJ സന്തോഷിനെയും രക്ഷാധികാരിയായി ഷീജ് മുഴപ്പിലങ്ങാടിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.